സൂര്യ ഒരു കോമഡി നടനായിരുന്നു. ഇപ്പൊ ഒരു മാസ് ഹീറോ അപ്പീലിൽ വന്നിട്ടുണ്ട്. മണ്ടാടി എന്ന് പറയുന്ന പുതിയ തമിഴ് സിനിമയിലെ മണ്ടാടി മണ്ടാടി. ഇനി മന്ദാതി മന്ദാതിയാണോ എന്ന് നമുക്ക് കേട്ടു നോക്കാം. അവരെന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. ഇവിടെ ഈ സിനിമ ഒരു കടൽ ബേസിൽ ഞാൻ പറഞ്ഞല്ലോ, ഫിഷറീസ് ആ ഒരു ഇതാണ്. ജി.വി. പ്രകാശിന്റെ മ്യൂസിക്കിലാണ്. ആൻഡ് വാഹിസൻ നിങ്ങൾക്ക് അറിയാം, മറ്റേ വണ്ണമയിലേറും തങ്കപ്പെടുവേലോ കണ്ണൻ ഉണ്ണക്കാക്കും ആ ഒരു പാട്ട് ഭയങ്കര വൈറലാണ്. ആ പുള്ളിക്കാരനാണ്, ആ ഒരു പയ്യനാണ് പാടുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു വോക്കൽസും സൂപ്പർ ആയിട്ടുണ്ട്. ആ മ്യൂസിക്കും കൊള്ളാം, ബാക്ക്ഗ്രൗണ്ടും കൊള്ളാം. സൂര്യ എന്നടാ പണി വെച്ചിരിക്കേ, സൂര്യ എത്തുന്ന ഡാൻസ്, ആ ലുക്ക്, ട്രാൻസ്ഫോർമേഷൻ, കയ്യൊക്കെ എന്താ ഇത്ര ഇങ്ങനെ. പാട്ട് പാടിയിരിക്കുന്നത് വൈസൻ റാസയ്യായും വി എം മഹാലിംഗൻ. അങ്ങനെ കറുപ്പിലെ റാത്തറാസൻ കറുപ്പ കുടവാക്ക വി എം മഹാലിംഗനാണ് പാടിയത്. എനിക്ക് സേയോൺ ആ പടത്തില്, ശിവാർത്തിന്റെ സേവൻ പടത്തില് ആ ഒരു മായോണോ സേവൻ എന്നൊരു BGM സന്തോഷ് നാരായണനെ റിലീസ് ചെയ്തിട്ടുണ്ട്. അതും വി എം മഹാലിംഗാണ്. ഇവർ രണ്ടുപേരാണ് പാടിയിരിക്കുന്നത്. ലിറിക്സ് ഫുൾ വാഹീസനാണ്. കിടില ലിറിക്സുകള്, മാസ് ലിറിക്സുകള്, രണ്ടുപേരും പാടിയിരിക്കുന്നതും കിടിലായിട്ട്. അതിലും പറയും GVPയുടെ മ്യൂസിക്കെല്ലാം ടോപ്പ് നോച്ച്. ആൻഡ് GVPക്ക് ഇപ്പം ഇന്ന് 72 നാഷണൽ ഫിലിം 72ാമത് നാഷണൽ ഫിലിം അവാർഡ്സിൽ ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അമരൻ സിനിമയിൽ ശിവകാർത്തികന്റെ തന്നെ. ആൻഡ് ആ പടത്തിൽ തന്നെ ബെസ്റ്റ് ഡയറക്ടറിനും അമരൻ ഡയറക്ടറിനാണ് കിട്ടിയത്. ഇവിടെ എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത് വേൾഡ് വൈഡ് റിലീസ്. ഇവിടെ ഉള്ളത് പറയാലോ, ഒരു രക്ഷയില്ല. മിന്നിച്ച് കത്തിച്ച് എടാ എന്തോന്നടാ സൂര്യയുടെ ആ ട്രാൻസ്ഫോർമേഷൻ, ബോഡി ആൻഡ് ഡാൻസ്, ആ ലുക്ക്, ആ നോട്ട എല്ലാം അപ്പാടെ മാറിയിട്ടുണ്ട്. പുള്ളി ആ കോമഡി വേഷത്തിൽ മാറി വേറെ ഒന്ന് രണ്ട് മാസ് പടങ്ങൾ ചെയ്തപ്പോഴേ എല്ലാവരും അത് കൺവിൻസ് ആയി. ഇതെന്താ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒരു രക്ഷയില്ല. ആൻഡ് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു കടൽ ബേസ്ഡ് ആണ്. ഇതിൽ എനിക്ക് തോന്നുന്നു കടൽ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള സീനുകളും ഫൈറ്റുകളും ആൻഡ് കുറെ എലമെന്റ്സുകളൊക്കെ ഒരുപാട് കാണും. മിക്കവാറും സ്രാവ്, സേക്ക്, തിമിംഗലം എല്ലാം വരാൻ സാധ്യത കൂടുതലാണ്. എന്നിരുന്നാലും ആ ക്വാളിറ്റിയിൽ എടുത്തു. ആൻഡ് മിഥുൻ ശങ്കർ ഉണ്ട്. പുള്ളി പയ്യന്റെ പേര് മിഥുൻ ശങ്കർ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആവേശം സിനിമയിൽ ആ പയ്യൻ മാത്രമാണ് രക്ഷപ്പെട്ടത്. പിന്നെ ഇടയിൽ റോഷൻ ഷാനവാസും ഉണ്ട്. പിന്നെ ഹിപ്സ്റ്ററും എല്ലാം എവിടെ പോയെന്നൊരു പിടിയൊന്നുമില്ല. കാട്ടാളെല്ലാം കുറച്ച് വന്നിട്ട് എവിടെയോ പോയി. ആൻഡ് ഇത്ര ആൻഡ് GVPയുടെ മ്യൂസിക് വേറെ ലെവൽ. ആൻഡ് വഹീസന്റെ ആ ഒരു ലിറിക്സ് ആവട്ടെ, പാട്ട് പാടിയതാവട്ടെ, പുള്ളിക്കാരനൊക്കെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. എനിക്കൊന്നിപ്പം DC പടത്തില് ബൂംബ ഡിഗഡികാല് വേടനെ കൊണ്ട് അനിരുദ്ധ് പാടിപ്പിച്ച്. ഇപ്പൊ GV പ്രകാശ് ഈ മണ്ടാടി മണ്ടാടി സോങ്, ഈ മണ്ടാടി എന്ന സിനിമയിൽ വഹീസിനെ കൊണ്ട് പാടിച്ച്. എടാ എല്ലാവരും ഇപ്പം പുതിമുഖ, അതായത് ഇതുപോലെ റാപ്പ് ചെയ്യുന്നവരെ കൊണ്ട് പാടിപ്പിച്ച് പാട്ട് മാക്സിമം വൈറലാക്കിയാണ്. ഒരു രക്ഷയില്ലാത്ത പാട്ട്, എടാ ഒരു രക്ഷയില്ല. GV പ്രകാശ് എന്താ ഇന്നും നാഷണൽ അവാർഡ് കിട്ടിയതേ ഉള്ളൂ. അമരലിലെ ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തേന്. ഇതിനു മുമ്പ് വാത്തി സിനിമയിൽ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടറിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അസുരനാണ് ആടുകളാണ് ഏതൊരു സിനിമയും കിട്ടിയിട്ടുണ്ട്. GV പ്രകാശിന് നാഷണൽ അവാർഡ്. ആൻഡ് ധനുഷിന് ഇന്ന് നാഷണൽ അവാർഡ് കിട്ടി. ബെസ്റ്റ് സ്പെഷ്യൽ മെൻഷൻ ക്യാപ്റ്റൻ മില്ലർ സിനിമയില്. ആൻഡ് ബെസ്റ്റ് പടം ധനുഷ് സംവിധാനം ചെയ്ത, ബെസ്റ്റ് പടം തമിഴില് ധനുഷ് സംവിധാനം ചെയ്ത രായനും കൂടെയാണ്. തമിഴില് ഇപ്രാവശ്യം കുറെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. മലയാളത്തില് മമ്മൂക്കയ്ക്ക് ബെസ്റ്റ് നടന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഷെയർ ആണ്. പിന്നെ കാർത്തിക് ആര്യൻ എന്നൊരു പുള്ളിക്കാരന് ഹിന്ദിയിലും കിട്ടിയിട്ടുണ്ടെന്ന് പറയാം ബെസ്റ്റ് നടൻ. ഇവിടെ പാട്ട് ഒരു രക്ഷയില്ലടാ. എന്തോന്നാ ചെയ്ത് വെച്ചിരിക്കണം, മന്ദാരി മണ്ടാരി. ഇവിടെ സൂര്യ എന്ത് ഡാൻസറാ. ആ ഒരു വിഷ്വലൈസേഷൻ, ആ ഒരു ക്വാളിറ്റി, ആ ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു കളർ ഗ്രേഡിങ്, ആ ഒരു ഡാൻസ് സ്റ്റെപ്പ്, ആ പാട്ട് ലിറിക്സ്, പാട്ട് പാടിയിരിക്കുന്ന മൊത്തം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പാട്ട് കിടിലനായിട്ടുണ്ട്, മിന്നിച്ച് കത്തിച്ച്.